ഈ സംഭവ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. 90 കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ഭരണം അഴിമതിയിലും ഏകാധിപത്യ പ്രവണതയിലുമൊക്കെ മുങ്ങി നടക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന സമയത്ത് കുറേയേറെ സമയം മറ്റു വാഹനങ്ങൾ പോലീസുകാർ വഴിയിൽ തടഞ്ഞിടുന്നത് സാധാരണ പതിവായിരുന്നു. ഏതാണ്ട് ചിലപ്പോൾ മണിക്കൂറുകളോളം തന്നെ പല ആളുകളും ഊഴം കാത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരും. ഒരിക്കൽ പ്രശസ്ത നടൻ രജനീകാന്തിൻ്റെ കാറും ജയലളിതയുടെ യാത്രയ്ക്കായി വഴിയിൽ പോലീസുകാർ തടഞ്ഞു വെച്ചു. മുഖ്യമന്ത്രിയുടെ കാർ ഇവിടെ എത്താൻ ഇനി എത്ര സമയമെടുക്കുമെന്ന് രജനീകാന്ത് പോലീസുകാരനോട് ചോദിച്ചു. ഒരു അരമണിക്കൂറിലധികം സമയമെടുക്കുമെന്ന വിനയാന്വിതനായി പോലീസുകാരൻ രജനീകാന്തിനോട് മറുപടി കൊടുത്തു. അത്രയും സമയമെടുക്കുമെങ്കിൽ പിടിച്ചിട്ട വാഹനങ്ങൾ പോകാൻ നിങ്ങൾക്ക് അനുവദിച്ചുകൂടെ എന്ന് വളരെ വിനയാന്വിതനായി രജനീകാന്ത് തിരിച്ചു ചോദിച്ചു. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പോലീസുകാരൻ പറഞ്ഞു. കാര്യം അമ്മയുടെ കാറ് പോയിട്ടേ അടുത്ത കാര്യമുള്ളൂ എന്നായി പോലീസുകാരൻ. രജനീകാന്ത് നോക്കിയപ്പോൾ മറ്റു വഴികളൊന്നുമില്ല. ഇനി അരമണിക്കൂറിലധികം അവിടെ കിടക്കണം. അദ്ദേഹം പതുക്കെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അടുത്ത കടയിലേക്ക് കയറി ചെന്നു. കടക്കാരൻ ഞെട്ടി. ഒരു സിഗരറ്റൊക്കെ വാങ്ങി അദ്ദേഹം